നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് റിവ്യൂമാണ്. അപ്പോൾ ഇതൊരു പുതിയ മോഡലൊന്നും അല്ല, ഇത് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3-4 മാസത്തോളം ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് വൈകി. അപ്പോൾ നമ്മളിതിൻ്റെ തന്നെ നോട്ട് 10 സീരീസിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള നോട്ട് 10 പ്രോ മാക്സിൻ്റെ ഒക്കെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ എല്ലാ വീഡിയോകളും സ്ഥിരമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ ജനു മാത്യു ആളുടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോണാണെന്ന് ഒരു കമൻറ്റിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ആൾക്ക് സബ്സ്ക്രൈബറിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഈ ബോക്സ് എന്നൊക്കെ പറയുന്നത്. സാധാരണ റെഡ്മിയുടെ ഫോണുകൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ബോക്സിനാണ് വന്നിട്ടുള്ളത്. ബോക്സിന് ഇത്തരത്തിൽ MIയുടെ ലോഗോ, മെയ്ഡ് ഇൻ ഇന്ത്യ അത്തരം കാര്യങ്ങൾ, പിന്നെ ഫോണിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 10 എന്ന ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇത്തരത്തിൽ മോഡൽ നെയിം രണ്ട് ഭാഗങ്ങളിലും ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും എഴുതിയിട്ടുള്ളത്. ഇനി ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു തരാം. മോഡൽ നെയിം, പിന്നെ 6.43 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് എന്ന കാര്യം കൊടുത്തിട്ടുണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ, 5000 mAh ബാറ്ററി, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസസ്സർ, അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് വളരെ ചെറുതായിട്ട് കുറേ ഡീറ്റെയിൽസ് ഈ ഫോണിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 13 MP ഫ്രണ്ട് ക്യാമറ കാര്യങ്ങൾ, പിന്നെ അതിനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ 6GB RAM 128GB എന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. അപ്പം ഈ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ കിട്ടും. വേറെ എന്തൊക്കെയാണ് ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്ന് നോക്കുമ്പോൾ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇത്തരത്തിൽ നമുക്കൊരു സിം എജക്റ്റിംഗ് ടൂള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ബാക്ക് കേസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ റെഡ്മിയുടെ ഫോണുകളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് നമുക്കിതിൻ്റെ കൂടെ ബാക്ക് പോച്ചോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഒന്നും കിട്ടാറില്ല എന്നുള്ളത്. എന്നാൽ നമുക്കിതിൻ്റെ കൂടെ ഒരു ബാക്ക് കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കേസാണ്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ചാർജിങ് അഡാപ്റ്റർ, ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് C ചാർജിങ് കേബിളും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആക്സറീസാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒരു ചാർജിങ് അഡാപ്റ്ററും ചാർജിങ് കേബിൾ, പിന്നെ ഒരു ബാക്ക് കേസ്, സിം എജക്റ്റിംഗ് ടൂൾ, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ ഓൾറെഡി സ്ക്രീനിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് മൊബൈൽ ഫോൺ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അത് സ്റ്റിക്കർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഒരു അത്യാവശ്യം കയ്യിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. വളരെ വലിയൊരു മൊബൈലൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഒരു ഒതുക്കുള്ള മോഡലാണ്. ബാക്ക് സൈഡ് ആയാലും ഡിസൈൻ വൈസൊക്കെ നല്ലൊരു വളരെയേറെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. തൊട്ട് മുൻപ് ഇറങ്ങിയ നോട്ട് 9 സീരീസിനേക്കാളൊക്കെ ഒരുപാട് ഡിസൈൻ വൈസ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. നോട്ട് 10ൻ്റെ സീരീസിലെ എല്ലാ ഫോണുകളും അത്തരത്തിലാണ്. നമുക്ക് ബാക്ക് സൈഡ് നോക്കിയാൽ ഒരു ഗ്ലാസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അതൊരു ഗ്ലോസി ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് 3 കളറുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. നമ്മൾ ഇത് ഈ ഒരു കളർ കൂടാതെ വേറെ 2 കളർ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. 3 ഫോണും കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. ബാക്ക് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ക്യാമറ മോഡ്യൂളൊക്കെ ആയാലും നല്ല അടിപൊളി ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുൻപത്തെ സീരീസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസൈനിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതേതാണ് ഫോണിൽ നിന്ന് ആർക്കൊണ്ടും നോക്കിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ റെഡ്മിയുടെ ഒരു ലോഗോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. തിക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പറഞ്ഞു 5000 mAh ആണ് ബാറ്ററി. എന്നിരുന്നാലും അതിൻ്റേതായ ഒരു തിക്നെസ്സോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ ഒരു സ്ലിം ആയിട്ടൊരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും സൈഡിൽ വരുന്നുണ്ട്. ഇതൊരു LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്ക് വരുന്നുണ്ട്. എന്നാൽ നോട്ട് 10 പ്രോ മാക്സിൽ വരെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് വിട്ട് കളയാം. മുകളിലായിട്ട് ഇത്തരത്തിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, പിന്നെ അതുപോലെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകളൊക്കെ മുകളിലും വരുന്നുണ്ട്, താഴെയും വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ താഴെ ഇത്തരത്തിൽ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ, ടൈപ്പ് C ചാർജിങ് പോർട്ട്, മൈക്രോഫോണിൻ്റെ ഹോള്, പിന്നെ 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. എല്ലാം നല്ല ഭംഗിയായിട്ട് ഒറ്റനോട്ടത്തിൽ നല്ലൊരു പ്രീമിയം ഫീലൊക്കെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈനൊക്കെ അതിൽ നല്ല അടിപൊളി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോൺ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത മോഡലാണ്. റെഡ്മിയുടെ നോട്ട് 10 പ്രോഡക്റ്റുകളൊക്കെ വളരെ ഷോർട്ടാണ് മാർക്കറ്റിനകത്ത് തന്നെ. ഇപ്പോൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഒക്കെ വളരെ ഷോർട്ടാണ് ഈ ഫോൺ. പ്രൊഡക്ഷൻ ആയ സമയത്താണ് പെട്ടെന്ന് കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയത്. അതിനുശേഷം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ലോസ് വന്നിട്ടുണ്ട് ഈ ഒരു മോഡലിനൊക്കെ.
അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഓൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഓൺ ആവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 10 എന്ന് പറഞ്ഞ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആകുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 6.43 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണിന് സ്മാർട്ട് ഫോൺ ആവശ്യമുള്ള കറക്റ്റ് ഒരു പാകത്തിനുള്ള ഒരു സ്ക്രീൻ സൈസാണത്. ഡിസ്പ്ലേ AMOLED ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല ഓരോ കളറുകളും നമുക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ടച്ച് റെസ്പോൺസും നല്ല ടച്ച് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പൊതുവേ റെഡ്മിയുടെ ഫോണുകളൊക്കെ കൂടുതലും ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണുകളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല വലിയ ആപ്പ് ഐക്കണുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. അതിനകത്ത് അനാവശ്യമായ അധികം ആപ്ലിക്കേഷനുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കാണുന്നില്ല. എന്ന ഇത്തരത്തിൽ കുറച്ച് ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ് പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമാണ് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേയും നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോളായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. 13 മെഗാ പിക്സലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. അധികം ബെസലുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡിസൈനാണ്. ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ഒക്കെ അതിനകത്ത് ഒരു ഫുള്ളായിട്ട് ഡിസ്പ്ലേ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കോണിംഗ് കൂറുള്ള ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പ്രീ അപ്ലൈഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ സ്റ്റിക്കറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഓരോന്ന് നോക്കാം. എന്തായാലും അത് നല്ല സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ 180 Hz ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അബൌട്ട് ഫോണിനകത്ത് നോക്കുമ്പോൾ ഇവിടെ MIUI വേർഷൻ 12.0.4 ആണ്. മിക്കവാറും ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഡാറ്റയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 12.5 അപ്ഡേറ്റിലേക്കുള്ള ഒരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഇപ്പോഴത്തുള്ളത് 128 GB സ്റ്റോറേജിനാണ്. അതിനകത്ത് നമുക്ക് 19.5 GB ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മെമ്മറി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മോഡൽ നെയിം അവിടെ കൊടുക്കുന്നുണ്ട്, റെഡ്മി നോട്ട് 10. അതുപോലെ ഇവിടെ താഴെ ഇതിൻ്റെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ ഇതൊരു ആൻഡ്രോയിഡ് ലെവലിൽ പ്രവർത്തിക്കുന്ന മൊബൈലാണ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റിങ്സിനകത്ത് അബൌട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആൻഡ്രോയിഡ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിലൊരു ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേഷനൊക്കെ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ സോഫ്റ്റ്വെയർ വൈസൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 678 എന്ന് പറയുന്നൊരു പുതിയൊരു പ്രോസസ്സറാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും പെർഫോമൻസും അപ്ഡേഷനും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഇത് ശരിക്കും റെഡ്മിയുടെ ഫോണുകളൊരു ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന മോഡലുകളല്ല. എന്നിരുന്നാലും ഈ ഒരു ഫോൺ അത്യാവശ്യം 48 MP ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യാസ് നമ്പർ 1 ബ്രാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഒരുവിധം എല്ലാവരുടെ കയ്യിലിരിക്കുന്ന മോഡലാണ് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറയ്ക്കകത്ത് ഇത്തരത്തിൽ പ്രൊഫഷണൽ മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, അതുപോലെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് നമുക്ക് ഇത്തരത്തിൽ നൈറ്റ് മോഡ്, 48 മെഗാ പിക്സലിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്നൊരു മോഡ്, ഷോർട്ട് വീഡിയോ മോഡ്, പനോരമ മോഡ്, ഡോക്യുമെൻറ്റ് മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ്, പിന്നെ AI വാട്ടർമാർക്കൊക്കെ നമുക്ക് കസ്റ്റമായിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും ഈ ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. എന്തായാലും ക്യാമറയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഇറക്കിയ മോഡലാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ നമുക്കുണ്ട്. 13 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഫ്രണ്ട് ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വീഡിയോഗ്രാഫി നമുക്ക് ഇത്തരത്തിൽ 4K റെക്കോർഡിംഗ് കൂടി സപ്പോർട്ട് ചെയ്യുന്നൊരു മോഡലാണ്. അതുപോലെ തന്നെ 1080 റെസൊല്യൂഷനകത്ത് നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും നല്ലൊരു ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി. 4K റെക്കോർഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 1080 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്രോ ആയാലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ബൊക്കെ മോഡൊക്കെ ആയാലും നല്ല മനോഹരമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ റിയർ ക്യാമറ കൂടാതെ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത്
നമുക്ക് ഒരുപാട് പേർക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്ഥിരമായിട്ട് എല്ലാ വീഡിയോകളും കാണുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോണാണ് എന്ന് ഞാൻ മുൻപ് ഒരു കമൻറ്റ് വായിച്ചപ്പോൾ അതുകൊണ്ട് വേണ്ടി മാത്രം ആ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ലോട്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബൈ.